നമസ്കാരം. ഇന്ന് ആക്കുളം ടൂറിസം വില്ലേജിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റിനുള്ള സാധ്യതകളുണ്ട്, അതുപോലെ അഡ്വഞ്ചർ ടൂറിസത്തിനുള്ള സാധ്യതകളുണ്ട്. നമ്മളിവിടെ കാത്തിരിക്കുന്നത് മറ്റൊരു സുദിനത്തിനാണ്. അതായത് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് എന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് വളരെ വലിയ രസമായിരിക്കും അത് കാണാനായിട്ട്. അതേപോലെ അതിൽ കൂടെ നടക്കുമ്പോഴുള്ള അനുഭവം തീർച്ചയായിട്ടും അത് കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ ഇവിടെ തന്നെ അറിയാം, ധാരാളം മരങ്ങളുണ്ട്. ഇപ്പോൾ ഈ വവ്വാലിൻ്റെയൊക്കെ കരച്ചിൽ, ഈവനിങ് ആണ്, നല്ല സമയമാണ്. കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ്, ടോയ് ട്രെയിനുണ്ട്, സിപ്പ് ലൈനുണ്ട്, അതുപോലെ ഒരുപാട് അഡ്വഞ്ചർ ടൂറിസ്റ്റിനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. 30 രൂപ ഒരാൾക്കെന്ന തോതിൽ 90 രൂപ കൊടുത്ത് ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും ടിക്കറ്റ് എടുത്ത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിനുള്ളിൽ കയറി. കുട്ടികൾക്ക് 20 രൂപയേ ഉള്ളൂ എന്ന് പറയട്ടെ. എനിക്ക് ആദ്യം കാണേണ്ടത് ഇവിടെ പണി പൂർത്തിയായി കിടക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ്. ആക്കുളത്തെത്തിയാൽ അത് ദൂരെ നിന്നേ കാണാം. ഗ്ലാസ് ബ്രിഡ്ജിന് തൊട്ട് താഴെ എത്തിയപ്പോൾ കണ്ണാടിപ്പാലത്തിൻ്റെ പൊക്കം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 75 അടിയാണ് ഉയരം, 75 മീറ്റർ നീളവുമുണ്ട്. ഈ വിധത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് തിരുവനന്തപുരത്തെ ആക്കുളത്തുള്ളതാണെന്ന് പറയാം. 1.2 കോടി രൂപയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ്. ഇത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള വഴിയാണ്. നമുക്കവിടെ നേരിട്ട് പോയി നോക്കാം. വരൂ. ഇതാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഗ്ലാസ് ബ്രിഡ്ജ്. ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുമ്പോൾ തന്നെ ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയെന്നോ പൊട്ടിച്ച് കളഞ്ഞെന്നോ അങ്ങനെയൊക്കെ ചില വിവാദത്തിൻ്റെ ഒന്നും കാര്യമില്ല. അത് കിട്ടുമ്പോൾ, അത് തീർച്ചയായിട്ടും ഉദ്ഘാടനം ചെയ്ത് കിട്ടുമ്പോൾ നല്ല രസമായിരിക്കും. ഒരു അഡ്വഞ്ചർ ടൂറിസത്തിന് പറ്റിയ ഒരു സാധനമാണ്. അതിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ അതിന് ചില എഫക്ട്സ് എല്ലാം കൊടുക്കുമെന്നാണ് പറയുന്നത്. മഞ്ഞ്, മഴ, പൊട്ടുന്ന ശബ്ദം, ഈ ഡിജിറ്റൽ സ്ക്രീൻ വെച്ചിട്ട്, ഡിസ്പ്ലേ വെച്ചിട്ട് അത് ഇപ്പം തന്നെ ട്രാൻസ്പെറൻ്റ് ആണ്. അങ്ങേയറ്റം വരെ നമുക്ക് നടക്കാം. നല്ലൊരു അനുഭവമായിരിക്കും, നല്ല രസമായിരിക്കും. നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പ്രവേശിക്കുമ്പോൾ ആർട്ടിഫിഷ്യലായി മഞ്ഞും മഴയും അനുഭവിക്കുന്നതായി തോന്നും. അതുപോലെ ശബ്ദത്തോടെ കാൽക്കീഴിലെ ഗ്ലാസുകൾ പൊട്ടുന്ന ഫീലും ഉണ്ടാവും. അങ്ങേയറ്റത്ത് ചെന്ന് താഴേക്ക് നോക്കിയാലോ വിശാലമായ ആക്കുളം കായലും നഗരത്തിൻ്റെ ദൂരക്കാഴ്ചയും സാധ്യമാകും. ഇങ്ങനെ തികച്ചും അഡ്വഞ്ചറസ് ആയിരിക്കും ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെയുള്ള നടത്തം. നമ്മുടെ ആഗ്രഹം അടുത്ത മാസം നടക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തിരുവനന്തപുരത്ത് അഡ്വഞ്ചർ സ്പോർട്സിന് പേരുകെട്ട സ്ഥലമാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ്. സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ എന്നിവ കൂടാതെ ബർമ ബ്രിഡ്ജ്, എർത്ത് ക്വേക്ക്, ബാംബൂ ലാഡർ, കമേലിയോൺ വാക്ക്, എക്സ് വാക്ക്, മങ്കി ക്രോളിംഗ്, ടയർസിംഗ്, ട്രീ സർഫിംഗ്, പെഡൽ ഗോകാർട്ട് തുടങ്ങി വെറൈറ്റി ആയ അഡ്വഞ്ചറസ് സ്പോർട്സ് ഐറ്റംസ് ഇവിടെയുണ്ട്. സിപ്പ് ലൈൻ ഇഷ്ടപ്പെടുന്ന സാഹസിക സഞ്ചാരികൾ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സിപ്പ് ലൈൻ ആസ്വദിക്കുന്നു. റോപ്പ് സൈക്ലിംഗ് ആണ് ആക്കുളത്തെ മറ്റൊരു ആകർഷണം. 10 അടി ഉയരത്തിൽ സെറ്റ് ചെയ്ത ട്രാക്കുകളിലാണ് റോപ്പ് സൈക്ലിംഗ്.
താഴെയും മുകളിലുമുള്ള അയൺ റോപ്പുകളിൽ ഘടിപ്പിച്ചിട്ടുള്ളതിനാൽ സൈക്കിളിൽ നിന്ന് താഴെ വീഴുമെന്ന പേടി വേണ്ട. മാത്രമല്ല, സൈക്കിൾ ഓടിക്കുന്നയാളിനെയും സുരക്ഷിതമായ രീതിയിൽ ബന്ധിപ്പിച്ച ശേഷമേ സൈക്ലിംഗ് തുടങ്ങുകയുള്ളൂ. റോപ്പ് സൈക്ലിംഗ് ആസ്വദിക്കുവാൻ കുട്ടികൾ തമ്മിൽ മത്സരമാണിവിടെ. ഇനി ഇതൊന്ന് നോക്കൂ, കട്ടിയുള്ള അയൺ റോപ്പുകളിൽ നിന്നുകൊണ്ട് ഒരു ജമ്പിംഗ്. എന്നും രാവിലെ 10:30-ക്കാണ് അഡ്വഞ്ചർ സോൺ ഓപ്പൺ ആകുന്നത്. അഡ്വഞ്ചർ സോണിലെ സിപ്പ് ലൈൻ, റോപ്പ് സൈക്ലിംഗ്, ഹൈ റോപ്പ് ജമ്പിംഗ്, മിനി റോപ്പ് ജമ്പിംഗ്, 12D തിയേറ്റർ, ഗെയിം സോണിലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഗെയിമുകൾ എന്നിവയ്ക്കൊക്കെ ഓരോന്നിനും ഫീസുണ്ട്. നിലത്തുകൂടി ഓടിക്കാവുന്ന ഗോ കാർട്ടുകൾക്കോ ബാറ്ററി കാറുകൾക്കോ ഒക്കെയും ഫീസുണ്ട്. അഡ്വഞ്ചർ സോണിൽ നിന്ന് താഴേക്കിറങ്ങിയാൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫ്രീ ഗെയിമുകളുണ്ട്. 10-20 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ കഴിയുന്ന ടോയ് ട്രെയിനാണിത്, ആക്കുളം എക്സ്പ്രസ്. 3 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 രൂപയും വലിയവർക്ക് 80 രൂപയുമാണ് ചാർജ്. 20 മിനിറ്റിൽ ഇത് ടൂറിസം വില്ലേജ് ചുറ്റി വരും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇതിൽ കയറി യാത്ര നടത്താം. കുറച്ച് ദൂരത്തിൽ പെഡൽ ബോട്ടിംഗ് നടത്താനും ആക്കുളത്ത് സൗകര്യമുണ്ട്. ഒരു ബോട്ടിൽ ഒരേ സമയം 4 പേർക്ക് സഞ്ചരിക്കാം.
ഫിഷ് സ്പാ എന്നൊരു പരിപാടിയുണ്ട് ഇവിടെ. ടിക്കറ്റ് എടുത്താൽ മീൻ കുഞ്ഞുങ്ങളുള്ള ഫിഷ് ടാങ്കിൽ കാലുകൾ ഇട്ടുകൊണ്ട് കുറച്ചു നേരം ഇരിക്കാം. മീനുകൾ കാലുകളെ തട്ടിത്തഴുകി കടന്നു പോകുമ്പോൾ കാലിലെ പേശികൾ കുണറുണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും രസകരമായ അനുഭവമാണിത്. ഷൂട്ടിങ്ങിനും അമ്പയത്തിനുമുള്ള പരിശീലനവും ഉണ്ട് ഇവിടെ. ആവശ്യക്കാർക്കായി നല്ലൊരു നീന്തൽക്കുളമുണ്ട്. മണിക്കൂർ ഒന്നിന് കുട്ടികൾക്ക് 50 രൂപയും മുതിർന്നവർക്ക് 100 രൂപയുമാണ് ഫീസ്. തിങ്കളാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസവും പബ്ലിക് ഹോളിഡേയ്സ് ഉൾപ്പെടെ രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6 മണി വരെ സ്വിമ്മിംഗ് പൂൾ തുറന്നിരിക്കും. പൂൾ സൈഡ് ഫാമിലി ഗെറ്റ് ടുഗദർ, ബർത്ത്ഡേ പാർട്ടികൾ, ഹൽദി, DJ പാർട്ടികൾ, വെഡിംഗ് റിസപ്ഷനുകൾ എന്നിവയ്ക്കൊക്കെ വാടകയ്ക്ക് കിട്ടുന്നതാണ്. ബുക്കിങ്ങിന് DTPCയുമായി ബന്ധപ്പെടാം. സ്വിമ്മിംഗ് പൂളിന് തൊട്ടടുത്താണ് എയർഫോഴ്സ് മ്യൂസിയം. ഒരു എയർബേസിൻ്റെ മാതൃകയിലാണ് മ്യൂസിയം. മ്യൂസിയത്തിന് മുന്നിൽ ഒരു വിമാനത്തിൻ്റെ ഒറിജിനൽ എഞ്ചിനും തേജസ്, റാഫേൽ എന്നീ ചെറുവിമാനങ്ങളുടെ മാതൃകകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് എയർഫോഴ്സ് മ്യൂസിയത്തിനുള്ളിൽ കയറി കാണുവാൻ സൗകര്യം കിട്ടിയില്ല. താല്പര്യമുള്ളവർക്ക് രാവിലെ 10 മുതൽ വൈകുന്നേരം 6 മണി വരെ എയർഫോഴ്സ് മ്യൂസിയം കാണാവുന്നതാണ്. 2018 നവംബർ 13 ഉദ്ഘാടനം ചെയ്യപ്പെട്ട വ്യോമസേനയുടെ സൂര്യകിരൺ വിമാന മാതൃക എയർഫോഴ്സ് മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ശനിയും ഞായറും വൈകുന്നേരം 6 മണിക്ക് മ്യൂസിക് ഫൗണ്ടൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാണുന്ന മനോഹര മന്ദിരത്തിലാണ് മ്യൂസിക് ഫൗണ്ടൻ ഷോ ഉണ്ടാവുക. കാഴ്ചകളെല്ലാം കണ്ടുകഴിഞ്ഞാൽ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന് നേരെ എതിർവശത്തുള്ള വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു മടങ്ങാം. 8 ഏക്കറിൽ പരന്നു കിടക്കുന്ന ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലേക്ക് വരൂ. ഇതുവരെ അനുഭവിക്കാത്ത അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ രസം എന്തെന്നറിയാമല്ലോ. അടുത്ത മാസം ഗ്ലാസ് ബ്രിഡ്ജും തുറക്കും. ഒരു കാര്യം ഉറപ്പ്, രാവിലെ വന്നാൽ രാത്രി വരെ ഈസിയായി ടൈം സ്പെൻഡ് ചെയ്യാം. അഡ്വഞ്ചർ റൈഡുകൾ എൻജോയ് ചെയ്യുകയും ആകാം. എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് തീരുമാനിക്കാം അല്ലേ? എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കല്ലേ.